അത് ബാല ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനോടൊപ്പം ഡയറക്റ്റും ചെയ്യുന്നു. അപ്പൊ ആ പടത്തില് ഒരു 8-9 വർഷമെങ്കിലായി. ഹിറ്റ് ലിസ്റ്റ് എന്നാണ് പടത്തിന്റെ പേര്. അപ്പൊ എന്റെ അടുത്ത് ബാല വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ടോം നമ്മളെ ഫ്രണ്ട്സ് സെറ്റപ്പിലെ, അതായത് പൃഥ്വിരാജ്, അനൂപ് മേനോൻ, അതുപോലെ ഉണ്ണി മുകുന്ദൻ, ജയസൂര്യ എല്ലാവരും ചേർന്നിട്ട് ഒരു പടം ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ പേയ്മെന്റ് എത്രയെന്ന് പറ, എൽദോ എന്ന് പറഞ്ഞ് എക്സിക്യൂട്ടീവ് വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എൽദോ വിളിച്ചു. ചേട്ടാ എൽദോണ് എങ്ങനെ പറയണ? ഞാൻ പറഞ്ഞു എത്ര ദിവസം ഉണ്ടാവും ഷൂട്ടിങ്? ഒരു 3-4 ദിവസം. അപ്പോ ഒരു 3-4 രൂപ കിട്ടൂലേ? ഇപ്പൊ പറയാ ചേട്ടാ എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ 3-4 രൂപ ചോദിച്ചാ ഞാൻ ഇത്തിരി കമ്മിയാക്കി പറ. ഞാൻ ഉണ്ണി മുകുന്ദൻ, അതുപോലെ തന്നെ അനൂപ് മേനോൻ എല്ലാവരും ചേർന്ന്. ഇനി എനിക്ക് പേടിയായി, കാരണം കാശിന് കൂടുതൽ വെച്ചാൽ ആ ബെൽറ്റിൽ നിന്ന് ഞാൻ ഔട്ടാവോ എന്ന് വിചാരിച്ചിട്ട് വലിയൊരു ബെൽറ്റ് അത് വരാൻ പോകുന്നത്. ഞാന് ഉണ്ണി മുകുന്ദന്, പൃഥ്വിരാജ്, അനൂപ് മേനോന് ആ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ എടുക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഈ ഗ്രൂപ്പുകളൊക്കെ ഇങ്ങനെ സജീവമായി വരുന്നുള്ളൂ. അപ്പൊ പുതിയൊരു ബെൽറ്റിലേക്ക് എനിക്കൊരു സ്ഥാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നേരെ പകുതിയാക്കി, ഒരു 2 രൂപ കിട്ടുമോ? വീണ്ടും എൽദോന്റെ അടുത്ത് പറഞ്ഞു 2 രൂപ എന്ന് പറഞ്ഞപ്പോ വീണ്ടും പുള്ളി നിങ്ങൾ 2 രൂപ ചോദിച്ചാ ഞാൻ പൃഥ്വിരാജ്, അനൂപ് മേനോൻ എല്ലാവരും ചേർന്നൊരു പടം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ് ഓക്കെ എൽദോനെ ഇവരെൽദോ വിളിക്കും, നിങ്ങൾ കറക്റ്റ് കമ്മിയാക്കി പറ എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും എൽദോ വിളിച്ചു. ഞാൻ പറഞ്ഞു 1 രൂപ പറഞ്ഞു. ചേട്ടാ ഞാനിപ്പോ ബാലനെ വിളിക്കാം. മിസ്റ്റർ ടെനി ടോം, ഞാൻ പൃഥ്വിരാജ്, അനൂപ് മേനോൻ എല്ലാം. അപ്പൊ ഇനി എനിക്ക് ടെൻഷനായി തുടങ്ങി, കാരണം മാത്രം എന്റെ ഒരു ലൈഫ് ഇല്ലാണ്ടാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. കുഴപ്പമില്ല ബാല, ഞാൻ വന്ന് ചെയ്തോളാം എന്നുള്ള രീതിയിൽ എന്താന്ന് വെച്ചാൽ തന്നാ മതി. തോന്നി. അങ്ങനെ അവിടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വൈകുന്നേരം പോയപ്പോ എൽദോന്റെ അടുത്ത് കഴിഞ്ഞ് ട്രാവലിംഗിന്റെ അത് ആലുവെന്ന് എറണാകുളം വരെ വരുന്നു. 500 രൂപയ്ക്കാണ് ഉദ്ദേശിച്ചത്. എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചപ്പോ വീണ്ടും ഇവൻ വന്നേക്കാണ്. ഞാൻ അനൂപ് മേനോൻ, പൃഥ്വിരാജ് നിങ്ങളെ കാശ് അപ്പൊ ചോദിച്ച. ഞാൻ പറഞ്ഞു അത് ട്രാവലിംഗ് അല്ലേ എന്ന് ചോദിച്ചു. അത് ബാങ്കിലിട്ട് തരണോ നേരിട്ട് തരണോ? ഞാൻ പറഞ്ഞു ഉള്ളത് നേരിട്ട് തന്നാ മതി. അങ്ങനെ ഞാൻ അഭിനയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആദ്യത്തെ സീനൊക്കെ എടുത്തു കഴിഞ്ഞപ്പോ ശശികലിംഗ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ ആ ഷോട്ട് കഴിഞ്ഞപ്പോ തന്നെ വേറെ നെക്സ്റ്റ് കന്നഡ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കന്നഡേ? അപ്പൊ ശശികലിംഗ എടുത്ത് ചോദിച്ചു കന്നഡ എന്ന് പറയണത് എന്താന്ന് വെച്ചാൽ, അപ്പൊ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു എന്താണ്? ഇത് 5-6 ലാംഗ്വേജിൽ എടുക്കുന്നത്, നീ കാശ് വല്ലതും പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല. അപ്പൊ നിന്റെ കാര്യം ഗോപി എന്ന് പറഞ്ഞു.